SSLC ഫലം വന്നതിന് പിന്നാലെ മലപ്പുറത്ത് +1 സീറ്റുകൾ കൂട്ടണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് മറുപടിയുമായി തവനൂർ MLAയും മുൻ മന്ത്രിയുമായ KT ജലീൽ വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുത് എന്ന തലക്കെട്ടിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ UDF കാലത്തെയും LDF ഭരണത്തിലെയും +2 സീറ്റുകളുടെ എണ്ണം ജലീൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ദയവ് ചെയ്ത് വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുത്. മലബാറിന്റെ +2 പഠന സൗകര്യം വിപുലപ്പെടുത്താൻ പടിപടിയായി LDF സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത് പ്രശംസനീയമാണ്. ഞമ്മന്റെ മന്ത്രി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്ന കാലത്തെ അവസാന വർഷം 2015 മലപ്പുറം ജില്ലയിൽ തുടർന്ന് പഠിക്കാൻ അവസരം കിട്ടാതെ സ്കൂൾ കേരളയിൽ +1 പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ എണ്ണം 25,000-ലധികമായിരുന്നു. കഴിഞ്ഞ വർഷം അത് 12,000 ആയി ചുരുങ്ങി. 2023 മാത്രം മലപ്പുറത്ത് 65 പുതിയ +2 ബാച്ചുകൾ രണ്ടാം പിണറായി സർക്കാർ അനുവദിച്ചതിന്റെ ഫലമായിരുന്നു ഈ വലിയ മാറ്റം. +2 സീറ്റുകളിൽ 20% മാർജിനിൽ സീറ്റ് വർധനവ് ആദ്യമായിട്ടല്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. UDF ഭരിച്ചിരുന്ന കാലത്തും വർഷാവർഷം ഈ വർധനവ് നൽകിയിരുന്നു. അന്ന് പക്ഷേ പരിമിതമായ സൗകര്യങ്ങളിലാണ് കുട്ടികൾ ഞെങ്ങിനെരുങ്ങി ക്ലാസുകളിൽ ഇരുന്നിരുന്നത്. ആ ഓർമ്മ വെച്ചാകും ലീഗ് നേതാക്കളുടെ പ്രതികരണം. ആ കഷ്ടകാലമൊക്കെ എങ്ങോ പോയി മറഞ്ഞു. തെക്കൻ ജില്ലകളിൽ ലീഗ് ഭരിച്ച കാലത്തും ഒരു ക്ലാസ്സിൽ 10-20 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അന്നില്ലാത്ത മലപ്പുറം സ്നേഹം ഇപ്പോൾ ഉണ്ടാകുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അത് ലീഗിന്റെ അതിസങ്കുചിത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. ഹയർ സെക്കൻഡറിയിൽ 20% സീറ്റ് വർധനവ് പുതിയതല്ല. ലീഗ് ഭരിച്ച കാലം മുഴുവൻ ഈ വർധനവ് അനുവദിച്ചിരുന്നു. അന്ന് MSFO, യൂത്ത് ലീഗോ ജമാഅത്തെ ഇസ്ലാമിയോ ഒരക്ഷരം ഊരിയാടിയിരുന്നില്ല. ഏറ്റവും അവസാനം 2011 മുതൽ 2016 വരെ ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി +2 പഠനത്തിന് 20% സീറ്റ് വർധനവ് അനുവദിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തവരാണ് ലീഗിന്റെ കുട്ടികൾ. +2 മേഖലയിലെ മാർജിനൽ സീറ്റ് വർധനവിന്റെ ഉത്തരവ് റിസൾട്ട് വരുന്നതിന് മുൻപേ പുതുക്കി നൽകിയ മന്ത്രി ശിവൻകുട്ടിയുടെ നടപടിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിലെ അനൗചിത്യം വിവേകശാലികൾ തിരിച്ചറിയാതെ പോകരുത്. ഒന്നാം പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയതിന്റെ ഫലമായി എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു. കാലഹരണപ്പെട്ട പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി. ലാബുകളും ലൈബ്രറികളും ടോയ്ലറ്റുകളും സ്ഥാപിച്ചു. 8 വർഷം മുൻപുണ്ടായിരുന്ന ചോർന്നലിക്കുന്ന ക്ലാസ് റൂമുകളല്ല ഇന്നുള്ളത്. സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ അടിമുടി മാറി. ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളുടെ ക്ലാസ് മുറികളിൽ സ്ഥലപരിമിതി മൂലം വിദ്യാർത്ഥികൾ വീർപ്പുമുട്ടുന്നതായി അറിവില്ല. ഫർണിച്ചറുകൾക്ക് ക്ഷാമമില്ല. എന്നിട്ടും 10 സീറ്റുകൾ ഓരോ ബാച്ചിലും കൂട്ടിയത് ജില്ലയോടുള്ള അവഗണനയായി അവതരിപ്പിക്കുന്നത് വടകര പൂത്തിരി മലപ്പുറത്തും കത്തിക്കാനുള്ള പുറപ്പാടാണോ എന്ന് സംശയിക്കണം. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ഏറ്റവും അധികം ഫണ്ട് അനുവദിച്ചത് മലപ്പുറം ജില്ലക്കാണ്. ജില്ലയിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും പുതിയ കെട്ടിടങ്ങൾ കൊണ്ട് സമൃദ്ധമായി നിൽക്കുന്നത് എത്രമാത്രം കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. MSFും യൂത്ത് ലീഗും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളും സമരം ചെയ്തിട്ടല്ല ഇടതു സർക്കാർ ഇതൊന്നും മലപ്പുറത്തിന് നൽകിയത്. അതിന്റെ നേട്ടം അനുഭവിക്കുന്നത് മലപ്പുറം ജില്ലക്കാരാണ്. മലപ്പുറം ജില്ലയിലെ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന ക്ലാസ് റൂമുകളുള്ള ഒരു സർക്കാർ സ്കൂളിന്റെ ചിത്രം പങ്കുവെക്കുന്നവർക്ക് പ്രത്യേക സമ്മാനം നൽകാം. നല്ല കാര്യം ചെയ്ത ഗവൺമെന്റിനെ അഭിനന്ദിക്കാൻ സമുദായ പാർട്ടിയോ നേതാക്കളോ മുതിർന്നില്ലെന്ന് മാത്രമല്ല, പ്രശ്നപരിഹാരത്തിന് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്ത മന്ത്രിയെയും മന്ത്രിസഭയെയും പ്രതിക്കൂട്ടിൽ നിർത്തി മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള നീക്കമാണ് ദൗർഭാഗ്യവശാൽ നടത്തുന്നത്. മലപ്പുറത്തെ +2 സീറ്റുകളുടെ കുറവ് ശാശ്വതമായി ഇടതുപക്ഷ സർക്കാർ പരിഹരിക്കും. സംശയം വേണ്ട. പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ ഓർമ്മ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത് സമചിത്തത നഷ്ടപ്പെട്ടവർക്ക് ഉണ്ടായാൽ രക്ഷപ്പെടുന്നത് കാലങ്ങളായി വഞ്ചിക്കപ്പെടുന്ന ഒരു ജനതയാകും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.